അപ്പോൾ നമ്മളെ ആശയം എന്ന് പറഞ്ഞാൽ അതൊരു ചെറുതല്ല, ആദർശം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. അത് ആദർശത്തിനെ പറ്റി നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ പോഷക സംഘടനയാവുന്ന SKSF ഇവിടെ ആദർശ സമ്മേളനം നടത്തി. നമ്മളത് പറഞ്ഞ് നടത്തിക്കോളൂ. ഇത് പറയാൻ കാരണം അതുകൊണ്ടാണ്. ആദർശ സമ്മേളനം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും എതിർക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ചെറുതാക്കി കാണണമെന്നല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ ശരിയായ ആദർശങ്ങൾ, അതായത് റസൂലുള്ളാഹിയിൽ നിന്ന് സഹാബത്ത് സ്വീകരിച്ച, സഹാബത്തിൽ നിന്ന് വിശുദ്ധമായ പരമ്പരയിൽ കൂടി നമുക്ക് ലഭിക്കപ്പെട്ടതായ ഈ ആശയാദർശങ്ങൾ, അതിൻ്റെ സംരക്ഷണമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അത് ഇനിയും സംരക്ഷിക്കപ്പെടണം. ആശയ സമ്മേളനങ്ങൾ ഇവിടെ ഓരോ മുക്കിലും മൂലയിലൊക്കെ, ഗ്രാമങ്ങളിലും നഗരങ്ങളിലൊക്കെ അത് ഉണ്ടാവാനാണ്. ആരെതിർത്താലും അത് നമ്മളിവിടെ നടത്തിക്കൊണ്ടേയിരിക്കും. അതാണ് ജമിയത്തുൽ മുഅല്ലിമീൻ തീരുമാനിച്ചത്. ആശയ സമ്മേളനങ്ങൾ അത് അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്, അതിൻ്റെ തുടക്കം. അപ്പോൾ ആദർശങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലപ്പെട്ടതായ ഒരു സംഗതികളാണ്. അപ്പോൾ ആ നിലക്ക് ആശയങ്ങളും ആദർശങ്ങളൊക്കെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. നമ്മളെ വിശ്വാസം എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? വിശ്വാസം പറഞ്ഞു കൊടുക്കാതിരിക്കണം. നമ്മളെ കർമ്മങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ആ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് പറഞ്ഞു കൊടുക്കണ്ടേ? ചില ആചാരങ്ങൾ നമുക്കില്ലേ, ആ ആചാരങ്ങൾ എന്താന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ആ ആചാരങ്ങളുടെ ന്യായങ്ങളും അതിൻ്റെ തെളിവുകളും പറഞ്ഞു കൊടുക്കണ്ടേ? ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടെന്ന് എങ്ങനെ പറയാം? അപ്പോൾ ആദർശ സമ്മേളനങ്ങളൊക്കെ ഇവിടെ നടത്തപ്പെടണം. അതിനു വേണ്ടി തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ച അതിൻ്റെ പ്രധാനപ്പെട്ടതായ ലക്ഷ്യം അത് തന്നെയാണ്. ഈ ആശയത്തിനെ ഇവിടെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ്. നമുക്കൊക്കെ അറിയാം, മഹാന്മാരാവുന്ന 8-9 പണ്ഡിതന്മാർ അന്നത്തെ കാലഘട്ടത്തിലുണ്ടായി. എൻ്റെ അടുത്തൊക്കെ അതിൻ്റെ കയ്യെഴുത്ത്, അതിൻ്റെ കോപ്പി, അറബി മലയാളത്തിലുള്ള അതിൻ്റെ കോപ്പിയും അതിൻ്റെ പുസ്തകമൊക്കെ എൻ്റെ കൈവശമുണ്ട്. മഹാനാവുന്ന ശിഹാബുദ്ദീൻ ശാരിയാത്തി തങ്ങൾ, മഹാനാവുന്ന കുത്തുബി തങ്ങൾ തുടങ്ങിയ അന്നത്തെ കാലത്ത് അംഗീകരിക്കപ്പെടുന്ന ഉയർന്നതായ പണ്ഡിതന്മാർ അവർ എഴുതി ഒപ്പിട്ടതായ ഫത്വയുണ്ട്. ഈ മുത്തദീകളാവുന്ന ആളുകളോട്, കള്ള തെരിയക്കത്തുകാരോട്, ഇവരോടൊക്കെ എങ്ങനെയാണ് നമ്മളെ സമീപനം വേണ്ടത് എന്നുള്ളത്, ദീൻ കാര്യത്തിൽ അവരുമായി സഹകരിക്കാൻ പറ്റൂല എന്നൊക്കെ. അപ്പം നമ്മളെ ആദർശങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെയധികം ഗഹനമുള്ള, പ്രയാസപ്പെട്ട, മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ടാവും.